ഞങ്ങള് സ്വിമ്മിംഗ് പൂളിൽ പോവാണ് അത് പിടിച്ച് തിരിക്കരുത് കേട്ടാ. നോ തിരിക്കരുത്, നോ തിരിക്കൽസ്. ഓക്കെ, ഞങ്ങൾ സ്വിമ്മിംഗ് പൂളിൽ പോവാണേ. നമുക്ക് കുറച്ച് ദൂരം ഉണ്ട്, അപ്പോൾ ഒരു ബഗ്ഗിൽ കൊണ്ടാക്കിക്കോളും. ഒത്തിരി റൂമുണ്ട് കേട്ടോ ഇവിടെ, ഇഷ്ടംപോലെ റൂമുണ്ട്. 45 റൂം. അതിൽ ഓൾമോസ്റ്റ് വെക്കുന്നത് ഫുള്ളാ. 45 റൂം. ഒരു ദിവസം 200 യൂറോ ആണ് മിനിമം റേറ്റ്. അതെ അതെ, ഒരു ദിവസം 20,000 ഒരു റൂമിന്റെ മിനിമം റേറ്റ്. അപ്പൊ 45 റൂം എന്ന് പറയുമ്പോ 40 റൂം ഫുള്ളായ എത്ര രൂപയുടെ ഒരു ദിവസം റൂമിൽ നിന്ന് മാത്രം റെന്റ്? ഫുള്ളി ബുക്ക്ഡ് എവറി ഡേ. അതാണ് ഡിമാൻഡാണ്, അതുകൊണ്ടാണ് റേറ്റ് കുറയ്ക്കാത്തത്. മനസ്സിലായില്ലേ? ഇത് അത്ര വലിയ ലക്ഷറി ഒന്നുമല്ല, പക്ഷെ ഒട്ടും മോശവുമല്ല അല്ലേ? വലിയ മോശമൊന്നുമില്ലല്ലോ. മോശം എന്ന് പറയാനില്ല, എന്നാൽ അത്ര വലിയ ആർഭാടവും ഇല്ല. എന്നാൽ നമ്മള് കൊടുക്കുന്ന റേറ്റ് ആ ഒരു വ്യൂവിനുള്ളതാണ്, അല്ല ആ ഒരു ഫീൽ എക്സ്പീരിയൻസിനുള്ളതാണ്. ഇതാണ് ഇവിടുത്തെ സ്വിമ്മിംഗ് പൂള്. ഈ പൂളിനോട് സമീപത്തും ഇതുപോലെ റൂമുകളൊക്കെ ഉണ്ട്, താഴെ മേളിലൊക്കെ ആയിട്ട്. പക്ഷെ ഇവിടെ ഉള്ള റൂമുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാര്യമായിട്ട് ആനിമൽസിനെ കാണാൻ പറ്റത്തില്ല, പക്ഷെ സ്വിമ്മിംഗ് പൂൾ വ്യൂ ആയിരിക്കും. പിന്നെ എനിക്ക് തോന്നുന്നു ഇവിടെയൊക്കെ ഉള്ളത് കുറച്ചും കൂടെ ഹയർ കാറ്റഗറിയിൽ വരുന്ന ഫാമിലി റൂംസ് അങ്ങനെയൊക്കെ ഉള്ളതാന്ന് തോന്നുന്നു. ഇവിടെ 3 ബെഡ്റൂമിൻ്റെ റൂം, 2 ബെഡ്റൂമിൻ്റെ റൂം, അങ്ങനത്തെ റൂംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊരു സൂ ഏരിയ ആയതുകൊണ്ട് ഇതിൻ്റെ മേളിൽ ഡ്രോൺ പറത്താൻ പറ്റില്ല, അതുകൊണ്ടാണ് ആക്ച്വലി ഞാൻ ഡ്രോൺ പറത്താറില്ല. ഞാൻ ഡ്രോൺ പറത്തി കാണിക്കാറുണ്ട്. കിബോക്കോ പൂൾ ആൻഡ് ബാർ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ പൂളും ബാറും എല്ലാ സെറ്റപ്പും ഉണ്ട്, എല്ലാ പരിപാടികളും ഉണ്ട്. നൈസാണല്ലോ ഇത്. ഇവിടെ സംഭവങ്ങൾ എന്താണെന്ന് പറഞ്ഞാൽ ഇതാണ് ഇവിടുത്തെ സംഭവം. അതായത് ഒരു ഇൻഫിനിറ്റി വ്യൂയിലുള്ള ഒരു സ്വിമ്മിംഗ് പൂള്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അങ്ങ് ദൂരെ റൈനോനെ കാണാം, പിന്നെ സീബ്രയും ജിറാഫും ഒക്കെ ഇങ്ങനെ ഓടി നടക്കുന്ന കാണാം. അതാണ് ഇവിടുത്തെ ഹൈലൈറ്റ്. ഇതാണ് പൂൾ ബാർ. ഇതേ അവിടെ പൂളിലിരുന്ന് നമുക്ക് ഡ്രിങ്ക്സ് കഴിക്കുന്നതിനുള്ള സൗകര്യമുണ്ട്. അത് യൂഷ്വലി പല സ്ഥലത്തും അലോ ചെയ്യുന്നൊക്കെയാണ് കാര്യമാണ്, പക്ഷെ അലമ്പാക്കാണ്ടിരുന്നാൽ മതി. ഫുഡ് സെർവ് ചെയ്യില്ല, പക്ഷെ ഡ്രിങ്ക്സ് കിട്ടും അവിടെ. അവിടെ നിന്ന് വാങ്ങിച്ചിട്ട് പൂളിലെ വെള്ളം എടുത്താലും മിക്സ് ചെയ്യാൻ നിൽക്കരുത്, അവർ വെള്ളം മിക്സ് ചെയ്ത് തന്നോളൂ. എന്താ ആണോ? ബിഗ് പൂളിൽ ഇറങ്ങണം, എന്നാൽ സ്വിമ്മിംഗ് പഠിക്കാൻ പറഞ്ഞാൽ അത് പഠിക്കാനും വയ്യ. ജിറാഫിനെയും സീബ്രനെയും കാണിക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് അവനെ ബിഗ് പൂളിൽ ഇട്ടിട്ട് കൊണ്ടുപോവാങ്ങ്. എവിടെ പോകണം നോക്കാം നമുക്ക്. അങ്ങോട്ട് പോവാ. ഗൈസ്, നമ്മൾ എവിടെയാണ്? നമ്മൾ സ്വിമ്മിംഗ് പൂളിലിരുന്ന് നമ്മൾ എന്തൊക്കെയാ കാണുന്നത്? എന്തൊക്കെ കാണാം ഇവിടെ ഇരുന്ന് കഴിഞ്ഞാല്? മുങ്ങത്തില്ല. നമ്മൾ ഇവിടെ ഇരുന്ന് എന്തൊക്കെ കാണാന്ന് പറഞ്ഞേ? അവിടെ ഇരിക്കണം. എന്തൊക്കെ ആനിമൽസിനെ കാണാന്ന് പറഞ്ഞീ? റൈനോ ഉണ്ട്, പിന്നെന്തുണ്ട്? ജിറാഫ് ഉണ്ട്, പിന്നെ സീബ്ര ഉണ്ട് അല്ലേ? വാവ്, ഇതൊരു അടിപൊളി സ്വിമ്മിംഗ് പൂളാട്ടോ, കിടിലം പൂളാ. ഇഷ്ടംപോലെ ആൾക്കാരും ഉണ്ട്, പൂൾ ബാറുണ്ട്, എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഇപ്പൊ ഷേറെ ഇറങ്ങാൻ പോവാണ്. ഗൈസ്, അവിടെ സീബ്ര, ഇവിടെ ഞങ്ങൾ. അവിടെ സീബ്ര, ഇവിടെ ഞങ്ങൾ. ശരിക്കും ഉണ്ടല്ലോ, ഇങ്ങനെ പൂളിൽ കിടന്ന് അടിച്ച് മൃഗങ്ങളെയും കണ്ട് ഇങ്ങനെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ മസായിമാരെ പോലുള്ള ആഫ്രിക്കൻ സ്ഥലങ്ങളിൽ പോകണം അല്ലേ? ആൻഡ് ദാറ്റ് ഈസ് വെരി എക്സ്പെൻസീവ്. അപ്പോൾ അതിൻ്റെ കോസ്റ്റ് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഐ തിങ്ക് ദിസ് ഈസ് ഓക്കെ. ഇത്രയൊക്കെ വരുമോ? ഇത്രയും വരുമോ എനിക്കറിയത്തില്ല, പക്ഷെ അവിടെ വരെ പോണേ ഭയങ്കര പൈസ അല്ലേ? ട്രാവലിംഗ് ഈസ് എക്സ്പെൻസീവ്. പക്ഷെ അത് വൈൽഡാണ്, അത് ഭയങ്കര എന്താ പറയാ, ഭയങ്കര ഒരു എക്സ്പീരിയൻസ് അല്ലേ? ഇതൊരു സൂ ആണ്, അത് സൂ അല്ല, അത് റിയൽ നേച്ചർ. സീബ്ര നമ്മുടെ അടുത്തേക്ക് വരുന്നു. അവര് പോവാൻ തോന്നുന്നു, വീട്ടിൽ പോകാൻ തോന്നുന്നു. ഇന്നത്തെ ഷോ കഴിഞ്ഞു, ഇനി വീട്ടിൽ പോകാൻ. ഗൈസ്, ശരിക്കും കന്നുകാലികളെ മേച്ചോണ്ട് നടക്കുന്ന പോലെയാണ് ഈ മൃഗങ്ങളെയൊക്കെ മേച്ചോണ്ട് നടക്കുന്നത്. ഋഷിയാണ് അവിടെ ബേബി പൂളി കിടന്ന് തകർത്തോണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ അടുത്തോട്ട് പോലും വരുന്നില്ല. ഈസ് പ്ലേയിങ് ദേർ. ചേട്ടാ, സീബ്രാസ് വീട്ടിൽ പോട്ടോ. കഷ്ടമുണ്ട് കേട്ടോ, ഞങ്ങൾ ഇവിടെ പുളി വന്ന് കിടന്നപ്പോ എനിക്ക് തോന്നുന്നു അവരെ പറഞ്ഞു വിടാൻ തോന്നുന്നു കേട്ടോ. അതെ, നമ്മുടെ അടുത്തേക്ക് വന്നതാ. ഇത് കണ്ടില്ലേ, നോക്കി. ഓ, ദേ ആർ നിയർ ടു us. ഞങ്ങൾ പുളി കിടക്കുന്നു, സീബ്രനെ കാണുന്നു. എന്താ പരിപാടി? ചേട്ടാ, സീബ്ര എല്ലാം അടുത്ത് വന്ന് കണ്ടോ, നോക്കിയേ. നോക്കി, എല്ലാരും അടുത്ത് വന്ന്. ഗൈസ്, ഇത് കണ്ടോ, ഞങ്ങളുടെ സ്വിമ്മിംഗ് പൂളിന്റെ പുറകിൽ സീബ്ര. ഇത് വേറെ സീബ്ര, അത് വലിയ സീബ്ര. ഇത് കുട്ടി സീബ്ര, അത് വലിയ സീബ്ര. അടിപൊളിയല്ലേ? എന്താ മറ്റേ അപ്പാടെ ബാക്കിൽ ഇരിക്കണ്ട കേട്ടാ, തൽക്കാലം അവിടെ ഇരുന്നാ മതിയേ.
വേണ്ട. ഞങ്ങൾ അപ്പുറത്ത് കുറച്ച് പേരൊന്ന് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു, ഒരു ഭാര്യയും ഭർത്താവും കൂടെ. ഭാര്യയും ഭർത്താവാണെന്ന് തോന്നുന്നു. ഞാൻ അയാളോട് ഫോട്ടോ എടുത്തു തരാമോ, ഞങ്ങളുടെ ഒരു ഫോട്ടോ എടുത്തു തരാമോ, ഈ സീബ്രയുടെ ബാക്കിൽ നിന്ന് എടുത്തു തരാമെന്ന് ചോദിച്ചപ്പോഴത്തേക്കിനും ആ ഭാര്യ പെണ്ണ് കയറി ഇടപെട്ടിട്ട് സോറി പറ്റില്ല എന്ന്. അവൻ എൻ്റെ ഫോട്ടോ മാത്രമേ എടുക്കുള്ളൂ, നിങ്ങൾക്ക് എടുത്തു തരാൻ പറ്റില്ല. ഞാനൊരു ഫോട്ടോ എടുത്ത് ഞങ്ങളൊരു ഫോട്ടോ എടുത്ത് തരാമെന്ന് മാത്രമല്ലേ ചോദിച്ചുള്ളൂ അല്ലേ, വേറെ ഒന്നും ചോദിച്ചില്ലല്ലോ. എന്ത് മനസ്സിലല്ലേ, അവരെനിക്ക് മനസ്സിലാവാഞ്ഞിട്ടാണോ ഇനി അവർക്ക് അറിയത്തില്ല. നമുക്ക് ഈ പെണ്ണുങ്ങളോട് പറയാം. സീബ്ര ഉണ്ടായിരുന്നതൊക്കെ പോയി, അതാണ്. സീബ്ര അടി ഉണ്ടാക്കുവാണോ? സീബ്രയൊക്കെ അവളെ അടി ഉണ്ടാക്കുകയാണ് ഗൈസ്. നോക്കി മൊത്തം അടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക അവിടെ എല്ലാവരും കൂടി. നോക്ക്, അങ്ങനെ സീബ്രാസ് അവിടെ നിൽക്കുന്നു, ഞങ്ങൾ ഇവിടെ കുളിക്കുന്നു. ഞങ്ങളുടെ കുളിയെല്ലാം കഴിഞ്ഞു, നമ്മൾ തിരിച്ചു കയറി. സമയം ഇപ്പോൾ വൈകിട്ട് ഒരു 6 മണിയായി. ഒരു 7 മണി വരെ സ്വിമ്മിംഗ് പൂൾ ഉപയോഗിക്കാം, അതാണ് ഇവിടുത്തെ പരിപാടി. 6 മണിയായപ്പോഴത്തേക്കിനും ആൾക്കാരൊക്കെ സ്വിമ്മിംഗ് പൂളിൽ നിന്ന് തിരിച്ച് റൂമിലേക്ക് കയറിപ്പോയി. കുറച്ച് പേരൊക്കെ ഇവിടെ സ്വിമ്മിംഗ് പൂളിലുണ്ട്. ഇവിടെ ഈ കാണുന്ന സ്ഥലം കണ്ടോ, ഇത് മസാജ് പാർലറാണ്. മസാജൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് മസാജ് ചെയ്യാൻ പറ്റും. അകത്ത് സ്പായാണ്, നമുക്ക് അവർ ഇന്തോനേഷ്യൻ സ്റ്റൈലിലുള്ള മസാജൊക്കെ ചെയ്തു തരും. ഇതൊക്കെ റൂമാട്ടോ, ഇതെല്ലാം നേരത്തെ ഞാൻ കാണിച്ച പോലെ തന്നെ റൂംസാണ്. ഞങ്ങൾ സ്വിമ്മിംഗ് പൂളിൽ നിന്നും റൂമിലേക്ക് പോവുകയാണ്. ഋഷി കുറേ നേരം സ്വിമ്മിംഗ് പൂളിൽ കളിച്ചു കേട്ടോ. ഹലോ ഗൈസ്, അങ്ങനെ നമ്മുടെ അടുത്ത സെറ്റ് ഓഫ് അനിമൽ വാച്ചിങ് ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ്. കോയി ഫിഷ്, പിന്നെ ഇവിടെ ഡിയർ ഉണ്ട്. കോയി ഫിഷസ് ആണ് ഇത്, കോയി ഫിഷസ്. ഇവിടെ ഒരു സൈഡില് ഫിഷ് ഉണ്ട്, ഒരു സൈഡില് ആമയുണ്ട്. ആമ. ഇത് പെറ്റിംഗ് സൂ എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഫീഡൊക്കെ വാങ്ങിച്ചിട്ട് ഈ അനിമൽസിനൊക്കെ ഫീഡ് ചെയ്യാം, അങ്ങനെയുള്ള പരിപാടി. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇത് പൈസ വാങ്ങിച്ചിട്ട് അവരുടെ അനിമൽസിനെ തന്നെ ഫീഡ് ചെയ്യിപ്പിക്കുകയാണ്, അതാണ് പരിപാടി. എടാ അത് ഗിനിപ്പിക്ക് കേട്ടോ, പക്ഷെ ഇത് റാബിറ്റ് പോലെ തന്നെയല്ലേ ഉള്ളേ. ഗിനിപ്പിക്ക് കണ്ടില്ലേ നോക്കി, എടാ കടിക്കുവേ. ഈ കാണുന്ന റാബിറ്റും ഈ ഗിനിപ്പിക്കും ഒക്കെ ഇടി കിട്ടും. അവര് വന്ന് ഇടി കിട്ടും. ഇറങ്ങ പുറത്തോട്ടെ, ഇവിടെ നിന്ന് തൊട്ടാ മതി കേട്ടോ. പെറ്റാണിത്, പെറ്റ്. എന്ത് ക്യൂട്ടാല്ലേ. ഓടിപ്പോയി ഞാൻ തൊടാൻ പോയപ്പോഴത്തേക്കും എല്ലാം കൂടെ. അതിനിഷ്ടമല്ല അന്ന് തൊടുന്നത്. താറാവുണ്ട്, കോഴിയുണ്ട്, ഗോട്ടുണ്ട്. ഇത് പെറ്റ്സിന്റെ ഏരിയ ആണ്. സൂവിൽ തന്നെ പെറ്റ്സിന്റെ ഏരിയ. പെറ്റ്സ്. ഗോട്ടിന് പാല് കൊടുക്കണോ? അതേ വന്ന് ഗോട്ട് അടുത്തേക്ക്. ഹായ് ഗോട്ട്. തൊടരുത് കേട്ടോ, നോ ടച്ചിങ്. തൊടുന്ന് പറഞ്ഞാൽ കടിയും കിട്ടും നിനക്ക് തൊടാൻ പോയി കഴിഞ്ഞാല്. നോ ടച്ചിങ്, ഓൺലി ലുക്കിംഗ്. ഓക്കെ. ഹായ് ബ്രോ, ഹൗ ആർ യു? ഇവന് പണ്ടൊക്കെ ഭയങ്കര പേടിയായിരുന്നു, ഇപ്പൊ ഒന്നിനും പേടിയില്ല. രാവിലെ ഇവരൊക്കെ വിശന്ന് കിടക്കുമായിരിക്കും, ആൾക്കാരൊക്കെ വന്ന് ഫുഡ് വാങ്ങിച്ചു തരുമല്ലോ. പോകുന്നു ഹായ് ബ്രോ എന്നും പറഞ്ഞോണ്ട്. ഹലോ റാബിറ്റ്. ഹായ് ഹൗ ആർ യു? ഹായ് ഹൗ ആർ യു? തൊട്ട് വൈറ്റ് റാബിറ്റ്, ബ്രൗൺ റാബിറ്റ്, എല്ലാരും ഫുഡ് ഉണ്ടെന്ന് കരുതി വരിക. ഇവിടെ അടുത്ത് വന്നപ്പോ തന്നെ ആ ഒരു മട്ടന്റെ ഒരു മണം, ആടിന്റെ ഒരു വല്ലാത്തൊരു ചൂര മണം ഉണ്ടല്ലോ, ആ മണം. കോഴിക്ക് പോപ്കോൺ തൂക്കിയിട്ടിരിക്കുന്നുണ്ടല്ലേ, അത് കൊത്തി കഴിക്കുന്നുണ്ടത്. അത് തന്നെ പോപ്കോൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ പോപ്കോൺ അതിന്റെ അല്ല, അതാ ഉദ്ദേശിച്ചത്, മനസ്സിലായില്ലേ. ഇത് നമ്മുടെ പുള്ളിമാൻ. മാനിനെയൊക്കെ നമുക്ക് വേറെ അവിടെ തൊടാൻ പറ്റുമല്ലേ. ഹായ് മാൻ. നമ്മുടെ നാട്ടിൽ തൊടാൻ പറ്റില്ലല്ലോ. ഇത് കണ്ടോ, ജയന്റ് ടോർട്ടോയ്സ്. ഇത് കണ്ടാ ഇവിടെ കിടക്കുന്നതാന്ന് പറയത്തില്ല അല്ലേ. ശരിക്കും തുറന്ന് വിട്ടിട്ടില്ല അതല്ലേ. ദിസ് ഈസ് സോ ബിഗ്. ഇത് കരയാമകളെയാണ് ഇത്രയും വലിപ്പം ഉണ്ടാകുന്നത്. അവരാണ് ഈ ഒരു എത്ര വർഷം ഇങ്ങനെ ജീവിക്കുന്ന സാധനങ്ങളാ. ലോകത്തിലെ ഏറ്റവും ആയുസുള്ള ഒരു ജീവിയല്ലേ. ഇത്ര വെയിറ്റ് ഉണ്ടാവുന്ന ഞാനിപ്പോൾ ആലോചിക്കുന്നതിന്. ടു ഹെവി അല്ലേ. ഇവിടെ ഇപ്പൊ രാവിലെ എന്തോ ഒരു അനിമൽ ഷോ ഉണ്ടേ, നമുക്ക് കാണാം. രാവിലെ ആയതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല. രാവിലെ ഒറാങ്കുട്ടൻ ഷോ ആണെന്ന് തോന്നുന്നു എനിക്ക്. Oh wow! Beautiful white pigeon. Here we have Kintamani dog, come from Kintamani mountainous region of Bangli, Bali. Similar in size to the guinea pigs. My personal favorite. Once worshipped in Egypt. And please stand up on the front like this. So the bird will land on your arm. Your arm must be really steady, okay? And for your own safety, please do not play with the bird. Yeah, please do not look at the eyes of the bird. Ready? And here comes Maya. There you go, our beautiful toucan friend. Yeah, this is toucan bird.
No. Okay, yeah, we will do it one more time. അമ്മയുടെ കയ്യിൽ ഏത് ബേർഡാ ഋഷി വന്നിരുന്നത്? Juna. ഹോൺബില്ലാണോ വന്നിരുന്നത്? ഋഷി തൊട്ടോ? Yellow pouch under its beak. It is called corn snake because it usually can be found in the cornfield. That can be found in Indonesia and weigh over 120 kilograms. Oh, python. Sanca batik merupakan ular terpanjang di dunia. Panjangnya Oh, thank you. mencapai hingga Hey. 10 meter. എല്ലാത്തിനും ടച്ചണം. Here we have two male bees, and on your left side, this is our baby binturong. His name is Jaden. Wow. Does anybody know the name of this animal? Yes, it's orangutan. So orang means man, while utan means forest. So orangutan means the man of the forest or the forest man. ഒരു ഗുണ്ടയല്ലേ? His name is Bruno. Say hi, Bruno. അതിന്റെ പെരുമാറ്റമൊക്കെ കണ്ടില്ലേ? Bruno is about 6 years old and he came from Borneo Island of Indonesia. നിൽക്കുന്ന കണ്ടില്ലേ അതൊക്കെ? We look alike. How about ശരിക്കും his നമ്മുടെ foot? കൈ പോലെ തന്നെ ഉണ്ട് അതിന്റെ കൈ കണ്ടോ നോക്കി. Johnny Kaki. മനുഷ്യന്റെ ഏകദേശം 90% വരുന്ന ജനറ്റിക്സ് ഒറാങ്കുട്ടന്റെ ആണെന്നാണ് പറയുന്നത്. സെയിം സിമിലർ ആണ്. ഒരു തേങ്ങ ഇരുന്ന് കടിച്ചു പറിച്ച് പൊളിച്ചോണ്ടിരിക്കുകയാണ് അവിടെ ആ ഒറാങ്കുട്ടൻ നോക്കി. Yeah, let's do it a little bit harder, Joy. അയ്യോ ക്ലീൻ ചെയ്തോണ്ട് പോകുന്ന And മകൾ he's നോക്കി. helping George to pick up the കണ്ടോ? lollies. അവൻ വന്ന് Thank you ക്ലീൻ very ചെയ്യുന്നു. much, Bruno. അടിപൊളി. That's very kind of you. അത് കൊള്ളാം. ഇതിന്റെ ഒരു വെറൈറ്റി സാധനമാണ്. ഇതൊരു എൻഡേഞ്ചേർഡ് മങ്കിയാണ്. പ്രൊബോസിസ് മങ്കി എന്നാണ് ഇതിനെ പറയുന്നത്. ഇത് ഏഷ്യയിൽ കാണപ്പെടുന്ന ഒരു വലിയൊരു വെറൈറ്റി ഓഫ് മങ്കിയാണ്. ഇത് എൻഡേഞ്ചേർഡ് ആണ് ആക്ച്വലി. അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അനിമലാണിത്. വെള്ളത്തിൽ ഉള്ള ആമേനെ ടർട്ടിൽ എന്ന് പറയും കേട്ടോ. കൊമോഡ മേളിലുണ്ട്. ഇത് കണ്ടോ, വെള്ളത്തിലുള്ള ആമ ടർട്ടില്, കരയിലുള്ള ആമ എന്താ? കരയിലുള്ള ആമയ്ക്ക് എന്താ പറയുന്നേ? കരയിലുള്ള ആമയ്ക്ക് എന്താ പറയുന്നേ? ടോട്ടോയിസ്. വെള്ളത്തിലുള്ള ആമയ്ക്ക് എന്താ പറയുന്നേ? ടർട്ടിൽ. ടർട്ടിൽ. ഇതാണ് കൊമോഡോ ഡ്രാഗൺസ്. ഇത് നമ്മൾ ജക്കാർത്തയിൽ വെച്ച് കണ്ടായിരുന്നു കൊമോഡോ ഡ്രാഗൺസ്. ലാർജസ്റ്റ് റെപ്റ്റൈൽ ഇൻ ദ വേൾഡ്. എൻഡേഞ്ചേർഡ് ആണ്. ഇവിടെ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ. അതായത് ഇന്തോനേഷ്യയിൽ മാത്രം കാണാൻ സാധിക്കുന്ന ലാർജസ്റ്റ് റെപ്റ്റൈൽ ആണത്. തൊട്ടോ ചേതാ, നീ തൊട്ടോ എന്നെ? ശരിക്കും തൊടണോ? എടാ അത് ഒറിജിനൽ അല്ല, നീ പോയി തൊട്ടോ. അല്ല ഒറിജിനൽ അല്ല, തൊട്ടോ നീ പോയിട്ട്. കുഴപ്പമില്ല, അത് ഒറിജിനൽ അല്ല. ദാറ്റ് ഈസ് നോട്ട് ഒറിജിനൽ. പക്ഷെ കണ്ട ഒറിജിനൽ പോലെ ഉണ്ട്. ഇതാണ് കൊമോഡോ ഡ്രാഗൺ. നോക്കി ചേതാ, എണകളാണെന്ന് തോന്നുന്നു. രണ്ടുപേരും കൂടെ കെട്ടിപ്പിടിച്ച് ഇറക്കുന്നുണ്ടോ? ശരിക്കും കെട്ടിപ്പിടിച്ച് ഇറക്കുന്നല്ലേ? 2 ഓൾറെഡി 3 ഉണ്ട്. ഇത് കണ്ടോ, ഇത് ഒരെണ്ണം താഴെ ഉണ്ട്. ഇത് ഒരെണ്ണം അവിടെ, 2 ഇവിടെ. റിയലി ബിഗ് ആക്ച്വലി. നോക്കി, ഇത് ശരിക്കും ഒരു ക്രോക്കഡൈലിന്റെ ഒരു വലിപ്പമുണ്ട് കേട്ടോ. അത് അത്രയും ബിഗാണ് ഈ കൊമോഡോ ഡ്രാഗൺ എന്ന് പറയുന്നത്. തൊലി പോവായിരിക്കും. 3 കൂടെ അതേ മേളിൽ കയറി, കല്ലിന്റെ മേളിൽ കയറി ഇരിക്കുന്നുണ്ടോ? 3 കൂടെ നോക്കി. 4ാമത്തെ എവിടെ? അതെ ഇവിടെ ഒരെണ്ണമുണ്ട് താഴെ. 4. ഇത് ഭയങ്കര യുണീക്കാണ് കേട്ടോ ഈ സാധനം. ഇത് ഇന്തോനേഷ്യയിൽ മാത്രമാണ് ഈ കൊമോഡോ ഡ്രാഗൺ ഇപ്പോൾ ഉള്ളത്, വേറെ എങ്ങുമില്ല. അതായത് നിങ്ങൾക്ക് ഇന്തോനേഷ്യക്ക് പുറത്ത് മൃഗശാലകളിൽ ചിലപ്പോൾ ഇത് കാണാൻ സാധിച്ചേക്കാം. പക്ഷേ പുറത്ത് കാടുകളിൽ നമുക്ക് ഇന്തോനേഷ്യയിൽ മാത്രമേ ഇതിനെ കാണാൻ പറ്റുള്ളൂ. ഇത് കുറേ ഉണ്ടോ? 1, 2 ഇപ്പുറത്ത്. ഇത് ഇവിടെ ഒരെണ്ണം കിടക്കുന്ന 3 ചെറുതും വലുതും എല്ലാം ഉണ്ട്. ഇത് ഒരു വയ്യാത്ത കൊമോഡോ ഡ്രാഗന്റെ വാ കെട്ടി കേട്ടോ. അതിന്റെ വാ കെട്ടി അതിനെന്തോ മരുന്ന് വെച്ച് എന്തോ ചെയ്യാൻ വേണ്ടി പോകും. അതേ ഒരാൾ വേറെ വരുന്നു. ഇവർ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോകും. ഇവർ ആക്ച്വലി വിഷം പോലത്തെ ഒരു സാധനം ഇങ്ങനെ ചീറ്റും. അത് ഭയങ്കര പ്രശ്നമാണ്. അതിനെന്തോ വയ്യടാ, അതിനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകാം. അതൊക്കെ ഈ കാണുന്നത് ബിന്തുറോങ് എന്ന് പറഞ്ഞൊരു സാധനമാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫേസ് ക്യാറ്റിനെ പോലെ ഇരിക്കുന്നുണ്ടെങ്കിലും ഇതിൻ്റെ ബോഡി ഒരു ബെയറിനെ പോലെ ആയിരിക്കും, കരടിയെ പോലെ ആയിരിക്കും ഇരിക്കുന്നത്. ഇതൊരു കാർണിവോറാണ് ബേസിക്കലി. അപ്പോൾ ഇതിൻ്റെ ഫുഡ് ഹാബിറ്റും ഒക്കെ അങ്ങനെയാണ്. ഫ്രൂട്ട്സാണ് ഇത് ഏറ്റവും കൂടുതൽ കഴിക്കുന്നത്. ഇത് പകൽ സമയം കൂടുതലും ഉറങ്ങുന്ന ഒരു ജീവിയാണ്. ഇതിൻ്റെ വാലാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. ഇത് വാൽ ഉപയോഗിച്ച് ക്ലൈംബ് ചെയ്ത് പല സ്ഥലത്തും കയറും. ഉറങ്ങി കിടക്കുമ്പോൾ പോലും വാല് ചുരുട്ടി എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടാവും. അത് കണ്ടില്ലേ, ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും വാൽ അവിടെ ചുരുട്ടി വെച്ചിരിക്കുന്നത് കണ്ടില്ലേ. വാലാണ് ഈ ജീവിയുടെ മെയിൻ ബലവും ബാക്കിയുള്ള സംഭവങ്ങളും എല്ലാം. പകൽ മൊത്തം ഉറങ്ങുന്നൊരു ജീവിയാണിത്. ഞങ്ങൾ ഭക്ഷണം കഴിച്ചില്ലെങ്കിലും മൃഗങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ കഴിക്കുകയല്ല, പക്ഷെ ഞങ്ങൾ കൊടുക്കും. ടോർട്ടോയ്സ് കഴിക്കുമോ? കഴിക്കുമോ? കഴിക്കുമോടി ഇത്? കഴിക്കുമോ? അതെ. വാവ്, കഷ്ടമുണ്ട്. അവിടെ താഴെ ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെയാടാ അത് എടുക്കുക? അത് എടുക്കൂടി അത്? എടുക്കും കേട്ടോ. അവന് ഇച്ചിരി കഷ്ടപ്പാടാന്നേ ഉള്ളൂ. ആ ബോഡി ഇച്ചിരി മൂവ് ചെയ്ത്. പക്ഷെ അങ്ങനെ താഴെ ഇടല്ലേ, അതിന് വായിലിട്ട് കൊടുക്കണം കേട്ടോ കടിക്കുന്നവരെ. കാരണം അത്
ബിഗ് അല്ലേ? അതിന് വീതി വിട്ടോ നീ, ഇനി വിട്ടോ. അല്ല അതെ, വിടല്ല, അത് കിട്ടിയില്ല. അതിനെ കിട്ടിയിട്ട് വിടേ, ഇല്ലെങ്കിൽ അതിന് കഴിക്കാൻ പാടാ. ഇത് വലുതല്ലേ അതിന്റെ വായ, അതിങ്ങനെ പുറത്തോട്ട് വരും കേട്ടോ, അതുപോലെ അകത്തോട്ടും പോകും. നോ ടച്ചിങ് ഋഷി, നോ ടച്ചിങ്. തൊടല്ലേ, അത് ഫുഡ് കൊടുക്കുന്നേ, ഫുഡ് കൊടുക്ക. അടി ഉണ്ടാക്കുന്ന കണ്ടോ, അത് കണ്ടോ, കഷ്ടമുണ്ട്, വിശന്ന് കിടക്കാൻ തോന്നുന്നു പാവം. അത് കൊടുക്കുമ്പോഴത്തേക്കിന് അടി ഉണ്ടാക്കും അതെല്ലാം കൂടെ. ഈ അടിച്ചോണ്ട് വീടിയോ, അവര് കിട്ടിയ സാധനം കിട്ടിയത് അവന്മാര് ഓടും, അടിച്ചോണ്ട് ഓടി. ഓ വാ, തൊടാൻ പറ്റത്തില്ല. എഴുതിയിരിക്കുന്നുണ്ടോ നോക്ക്, അവരോടി. എന്ത് ക്യൂട്ടാല്ലേ, ഭയങ്കര ക്യൂട്ടാണേ. പിടിക്കണം, ഇറച്ചി വിടരുത്. സിപ്പപ്പ് വീണ്ടും വാങ്ങി സിപ്പപ്പ്. അത് കടിച്ചു പൊട്ടിക്കണം, അതാണ് അതിന്റെ ഒരു സ്റ്റൈല് അല്ലേ. നമ്മള് പണ്ടിങ്ങനെ വായും കൊണ്ട് കടിച്ചു പൊട്ടിച്ചോണ്ടിരുന്നതല്ല തന്നെ. We bought the zip-up again, yeah. പിടിച്ചു തരണോ? ഓഹോ ശരി, തന്നെ പിടിച്ച് കഴിക്കാറില്ല. ഞങ്ങളിപ്പോ എലിഫന്റ് ഷോയ്ക്ക് വന്നിരിക്കുകയാണ്. ഓ സുമാത്രൻ എലിഫന്റ് ഷോ പരിപാടിയാണേ. ആനകൾ രണ്ടെണ്ണം വരുന്നുണ്ടോ. ഇത് ശരിക്കും ഇതിന് വലിപ്പം കുറവാണെന്നേ ഉള്ളൂ, ഇതിന് പ്രായമുണ്ട്, ഇതിന് സൈസ് കുറവായിരിക്കും. ആന വെള്ളത്തിൽ ഇറങ്ങി വരുന്നു, വെള്ളമൊക്കെ തെറിപ്പിച്ച്. അടിപൊളി. പക്ഷെ എന്റെ അമ്മോ, നല്ല ആഴമുണ്ട് കേട്ടോ അതിന്. ഇത് കണ്ടല്ലോ, ഇവിടെ ഒരു ഫിഷ് ടാങ്ക് പോലെ തന്നെ, ഫിഷ് ഉണ്ട് അതിനകത്ത്. ഫിഷ് ടാങ്ക് പോലെ തന്നെ ഉള്ളൊരു സ്ഥലമാണ്. അത് ആന ഫുള്ള് മുങ്ങി തുമ്പിക്കൈയും പൊക്കി പിടിച്ചോണ്ട് വരുന്നുണ്ട് കണ്ടോ നോക്കി. ഇവര് മൊത്തം പിടിയാനകളെ വെച്ചാട്ടോ ഇവിടെ പരിപാടി. കൊമ്പനാനയുണ്ട്, പക്ഷെ അവര് കൊമ്പനാനെ ഇവിടെ ഇങ്ങനത്തെ പരിപാടിക്കൊന്നും ഇറക്കത്തില്ല. ആനയൊക്കെ ഗംഭീര അഭിനയമാണ് ഗൈസ്, നോക്കി. അയ്യോ, ആനനെ വെടിവെച്ചിടുന്ന ഒരു തീമാണ് ഇവിടെ കാണിച്ചത്. അപ്പൊ ആന അവിടെ കിടന്നിട്ട് എണീറ്റ്. അയ്യോ, ആന എസ്കേപ്പ് ചെയ്തു അവനെ വെള്ളത്തിൽ നിന്ന്. അവൻ ആനപ്പുറത്ത് ആനയുടെ തുമ്പിക്കൈയെ കയറിപ്പോയി. കാണിച്ചു തന്നത് മനസ്സിലായോ? നമ്മള് ഫോറസ്റ്റിൽ കയറി ആനനെ ഉപദ്രവിച്ച ആന നമ്മളെ ഉപദ്രവിക്കുമെന്ന്. അടിപൊളി പരിപാടിയായിരുന്നു കേട്ടോ, കുറെ ആൾക്കാരുണ്ടായിരുന്നു, നല്ല രസമായിരുന്നു കാണാനായിട്ട്. ഈ ആനകളെ വെച്ച് ഇവര് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത്. അല്ലെങ്കിൽ ആനേനെ സർക്കസ് കളിപ്പിക്കുകയല്ല ചെയ്യുന്നത്, ആനനെ വെച്ചിട്ട് അവര് ഓരോ തീമിൽ സ്റ്റോറി ടെല്ലിംഗ് ആണ് ബേസിക്കലി. ആമയ്ക്ക് ക്യാരറ്റ് കൊടുക്കുന്ന ഋഷി നോക്കിക്കോണേ. എടാ ചെറിയ കഷ്ണമായിട്ട് കൊടുക്കണോ, കുഞ്ഞു കഷ്ണമായിട്ട് കൊടുക്കുക കേട്ടോ. കൊടുക്ക്, ഇട്ടുവിട്, വിട്. ഓ അവര് കഴിച്ച്. ഇത് ഇത്ര വലിയ കഷ്ണം കഴിക്കും ഒഡീഷാ? ആണോ? അത് കഴിക്കും. എടി അതാ കഷ്ണം കൊണ്ട് അങ്ങ് പോയി. കിട്ടിയ പാട്ടിന് അവൻ ദൂരെ പോയി. കിട്ടിയ പാട്ടിന് അവൻ ദൂരെ പോയി. ഇവര് പിടിവിടാതെ കൊണ്ടുപോകുന്നുണ്ടോ. ക്യാരറ്റ് കഴിക്കുന്ന ആമ ഗൈസ് നോക്കൂ. ഞങ്ങളിപ്പോൾ ഇവിടുത്തെ മറൈൻ പാർക്കിലേക്ക് പോവാണ്. ഡോൾഫിൻ ഷോ ഉണ്ട് രാവിലെ 10:00. അത് കാണാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മൾ ഹോട്ടലിൽ താമസിക്കുന്ന ആൾക്കാരായതുകൊണ്ട് ഈ സാധനം തന്നു. അപ്പോൾ അത് കയ്യിലിട്ടിട്ട് നമുക്ക് പോവാം. ഇപ്പോഴാണ് ഞങ്ങൾ ഈ ഒരു ഭാഗത്തേക്കൊക്കെ വരുന്നത്. ഇത് കണ്ടോടാ, ഇതെന്തോടാ ഇത് മറ്റേ ഇത്, അയ്യോ ഇതെന്ത് സാധനം ഇത്? ഓ ഡ്രാഗൺ നോക്കിയേ, ഡ്രാഗൺ ഉണ്ട്. പിന്നെ ഇത് ഇവരുടെ ലോബി ഏരിയ, അടിപൊളി. ഇതാണ് മറൈൻ വേൾഡ്. ഇതൊക്കെ കണ്ടില്ലേ, ഇതെല്ലാം ബാലിനീസ് സ്റ്റൈലിലുള്ള സംഭവങ്ങളാണ്. നമ്മുടെ വുഡ് വർക്ക് ഇല്ലേ, അതേപോലെ തന്നെ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് വുഡ് വർക്ക് ഉള്ളത്. ഈ വെള്ളത്തിലൊന്നും ഇല്ലെന്ന് തോന്നുന്നു, നോക്കാം. ഇതിനകത്തൊന്നുമില്ല, അകത്തായിരിക്കും ഫിഷൊക്കെ ഉണ്ടാകാം. നോക്കാമേ. ശരിക്കും പറഞ്ഞാല് ഈ സിംഗപ്പൂരൊക്കെ പോകുന്നതിലും വളരെ ചീപ്പാണ് ഇവിടുത്തെ ഈ സംഭവങ്ങളൊക്കെ, മനസ്സിലായില്ലേ? സിംഗപ്പൂര് ഇതുപോലുള്ള സ്ഥലങ്ങളിലേക്ക് പോകണേ ഭയങ്കര എക്സ്പെൻസീവ് അല്ലേ. അത് വെച്ച് നോക്കുമ്പം ഇറ്റ്സ് വെരി ചീപ്പ്. ഓ വാവ്, കം എക്സ്പ്ലോർ ഫ്രഷ് വാട്ടർ ടച്ച് പൂൾ. നമുക്ക് ഡോൾഫിൻ ഷോ കണ്ടിട്ട് വരാം, ഇല്ലാതെ മിസ്സാവും. ബാ അത് 10:00 തുടങ്ങും. ബാ, ഇത് കൊള്ളാമല്ലോ. ഓ അടിപൊളി, നോക്കടാ ഫിഷ് കണ്ടാ, അടിപൊളി, നൈസ്. ഗോൾഡൻ ഡൊറാഡോ അതാണ് സാധനം. പിന്നെ ഇത് മറ്റേ പ്രീ ഹിസ്റ്റോറിക് ഫിൻസ്. ഓ ഫിൻസ്, മോഡേൺ തിയേറ്റർ. ഇത് വമ്പൻ പരിപാടിയാണല്ലോ. ഇതേ 10,000 ഫിഷൊക്കെ ഉണ്ട് കണ്ടോ. ടോമൻ ഫീഡിങ്, അഗ്രസീവ് ആൻഡ് എക്സ്പ്ലോസീവ് ബൈറ്റ്. എന്റെ ദൈവമേ, ഇത് കൊള്ളാമല്ലേ പരിപാടി. ഇതിനെ എന്തോ ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തോ പ്രൈസോ അങ്ങനെ അല്ല, പ്രൈസ് അത് ഫീഡ് ചെയ്യുന്നതിന്റെ പ്രൈസാ. ഞാൻ വിചാരിച്ച പ്രൈസ് ഒന്നും എഴുതിയപ്പോഴത്തേക്കും സമ്മാനം കിട്ടുമോ. നല്ല കേസ്.
അത്രയും കാശ് കൊടുക്കണം അതിൻ്റെ ഫീഡ് ചെയ്യണമല്ലോ. അതാണ് അതിൻ്റെ ഒരു മെയിൻ സംഭവം എന്ന് പറയുന്നത്. ഇതിനകത്ത് കയറി വരുമ്പോഴത്തേക്കിനും നമുക്കിവിടെ ഓരോരോ സംഭവങ്ങളൊക്കെ കാണാം. ഇത് ശരിക്കും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള രീതിയിലും പല രീതിയിലൊക്കെ ചെയ്തിരിക്കുകയാണ്. ഇതിനകത്ത് പാമ്പൊക്കെ ഉണ്ട്. പാമ്പാണോ? സ്നെയിൽസ് അല്ലേ? സ്നെയിൽസ്, പലതരത്തിലുള്ള ഒച്ച്, പിന്നെ അങ്ങനെയുള്ള ഓരോരോ സാധനങ്ങളൊക്കെ, റെപ്റ്റൈൽസ്, അക്വാട്ടിക് റെപ്റ്റൈൽസ് ഒക്കെയാണ് അതിനകത്ത് വെച്ചിരിക്കുന്നത്. ഇവിടെ എല്ലാം ഫീഡിങ് ഉണ്ട് കേട്ടോ. ഫീഡിങ്. എൻട്രൻസിന് കാശ് കൊടുത്തു കഴിഞ്ഞാൽ അകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് ഇതെന്തോ ചേരാ തൊടാൻ പറ്റില്ല കേട്ടോ, തൊടരുത്. ഇതെന്ത് സാധനം ഇത് എന്ന് പറഞ്ഞാല്? ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഈ സാധനമൊക്കെ കാണുന്നത്. ഈ പിള്ളേരൊക്കെ ഉണ്ടല്ലോ, ഇവർ എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ചെറിയ പ്രായത്തിൽ കാണുന്നതെന്നറിയോ? നമ്മളൊക്കെ ഈ പ്രായത്തിൽ ഇതൊക്കെ കാണുന്നത്. ഈ പ്രായത്തിൽ ഇതൊക്കെയാണ് ഈ കുട്ടികളെ കൊണ്ട് ട്രാവൽ ചെയ്തുള്ള ഗുണം. ഓരോ ആനിമൽസിൻ്റെയും ഫിഷിൻ്റെ ഒക്കെ പേര് പറയുന്ന ഋഷി, അത് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര പ്രൗഡാണ്. ഇപ്പം എനിക്കിപ്പോഴും പല ആനിമൽസിൻ്റെയും ഫിഷിൻ്റെ ഇംഗ്ലീഷ് പേര് പോലും പറയാൻ അറിയത്തില്ല, മനസ്സിലായില്ലേ? ഇത് വലിയ സ്ഥലം കേട്ടോ, കുറേ പരിപാടികളുണ്ട് ഇതിനകത്ത്. അപ്പോൾ അവിടെ ഡോൾഫിൻ ഷോ നടക്കുന്നുണ്ട്. ഞങ്ങളത് കാണാൻ വേണ്ടിയാണ് ഇപ്പോൾ ഓടി പോകുന്നത്. മേക്കോങ് റിവർ, എസ്റ്റുവറി, ടച്ച് പൂൾ, ഇതൊക്കെ നമുക്ക് ഫിഷിനെയൊക്കെ ടച്ച് ചെയ്ത് ഫീൽ ചെയ്യാനുള്ള പരിപാടികളൊക്കെയാണ്. എസ്റ്റുവറി സോൺ, എസ്റ്റുവറിയുടെ സ്ഥലമാണ്. പിന്നെ സ്റ്റിംഗർ എന്നൊക്കെ പറയുന്നത് കണ്ടില്ലേ? ഞാനൊക്കെ സ്റ്റിംഗ്രയൊക്കെ എപ്പോഴാണ് പഠിച്ചത്? ഞാൻ ആദ്യമായിട്ട് സ്റ്റിംഗ്രേനെ കാണുന്ന മാൾഡീവ്സിൽ പോയപ്പോഴാണ് 2-3 കൊല്ലം മുമ്പ്. അയ്യോ കൊള്ളാം, ഷോ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ, തിരക്ക് കുറവാണ് കണ്ടില്ലേ? ഇത് നമ്മൾ ആ സഫാരി പാർക്കിൽ പോവാണെങ്കിൽ എന്തോരോ ആൾക്കാരാ, അയ്യോ ഒരു 10-25,000 ആൾക്കാരുണ്ടാവും ഒരു അറ്റ് എ ടൈം ഷോ കാണാനായിട്ട്. നോക്കി അയ്യോ ഒരു ഡോൾഫിൻ വന്ന് ചാടി ഗൈസ്, ഞാൻ കണ്ടില്ല. ഈ ഡോൾഫിനെ ഭയങ്കരമായിട്ട് ട്രെയിൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അവര് ഒരേപോലെയൊക്കെ കുറെ കാര്യങ്ങൾ ചെയ്യും. കണ്ടോ ഡോൾഫിൻ ചാടുന്ന കണ്ടോ? എന്തൊരു സന്തോഷമില്ലാത്ത, എന്ത് പറ്റി? ഡോൾഫിൻ ചാടുന്ന കണ്ടോ? അപ്പ കരീബിയൻ ട്രിപ്പ് പോയപ്പോ ബഹാമസിൽ നിന്ന് വാങ്ങിച്ചോണ്ട് വന്ന ഉടുപ്പ് അരശി ഇട്ടിരിക്കുന്നത് കണ്ടോ? ഡോൾഫിൻ ഇപ്പൊ ഫുട്ബോൾ കളിക്കും കണ്ടോ? നോക്കിയേ കണ്ടോ? ഫുട്ബോളും കൊണ്ട് പോകുന്നുണ്ടോ ഡോൾഫിൻ? അത് തിരിച്ചുകൊണ്ട് കൊടുത്തു. ഈ പട്ടിയൊക്കെ ബോൾ എടുത്തുകൊണ്ട് കൊടുക്കുന്ന പോലെ തന്നെ. ഡോൾഫിന്റെ സൗണ്ട് കണ്ടോ? ഗംഭീര ഒരു ഷോ ആയിരുന്നു കേട്ടോ. എനിക്കിത് മൊത്തം ഒന്നും കാണിക്കാൻ പറ്റില്ലല്ലോ, അപ്പോൾ അത് ഭയങ്കര രസമായിരുന്നു കാണാനായിട്ട്. ഒരു അവയർനെസ് നൽകുന്ന ഒരു ടൈപ്പ് ഓഫ് ഷോ ആയിരുന്നു. അതാണ് സംഭവം. അങ്ങനെ അധികം ഡോൾഫിൻസിനെ ഉപദ്രവിക്കാതെയുള്ള ഒരു പരിപാടിയായിരുന്നു. ഇതിനകത്ത് മൊത്തം സ്റ്റിംഗ്രേ കുഞ്ഞുങ്ങളാണ്. നോക്കി എന്തോരം സ്റ്റിംഗ്രേസ് ഉണ്ടെന്ന് നോക്കി. ഈ സ്റ്റിംഗ്രേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെരണ്ടി, അതാണ് സാധനം. ഞാൻ പണ്ട് മാൾഡീവ്സിൽ പോയപ്പോഴത്തേക്കിനും കടൽ തീരത്ത് വെച്ച് ലൈവായിട്ട് ഈ സാധനത്തിനെ റിയലായിട്ട് കണ്ടായിരുന്നു. ഇത് കുറച്ച് ഡേഞ്ചറാണ് ഈ സാധനം, ഇതിന്റെ വാല്. പക്ഷെ എന്നാലും ഇത് ആക്ച്വലി ആൾക്കാർ നല്ല രീതിയിൽ ട്രെയിൻ ചെയ്തെടുക്കുന്ന ഒരു സംഭവമാണിത്. പ്രോൺസ് അല്ല, ഇത് ഷ്രിമ്പ് പോലത്തെ സാധനം. അവിടെ അത് കണ്ടോ? അത് സ്റ്റിംഗ്രയാ. പക്ഷെ ആ സ്റ്റിംഗ്രേ പോലത്തെ സാധനം അത് ഡിഫറെൻറ്റ് സാധനമാണ്. നോക്കി അത് കണ്ടോ? ഇത് സ്റ്റിംഗ്രേ പോലെ ഇരിക്കുന്നുണ്ടെങ്കിലും ഇതിന്റെ പേര് എനിക്കറിയില്ല. അതിന്റെ മുകളിൽ ഈ ബ്ലൂ കളറിലെ ഒരു ഇത് കണ്ടോ? നോക്കി ഒരു ബ്ലൂ കളറിലെ ഒരു സാധനം. അതിന് ഫുഡ് കൊടുക്കുക, അത് തൊടുക അതിനെ അയാൾ. നോക്കി ഇവിടെ ഒരാൾ അതിന് ഫുഡ് കൊടുത്തോണ്ടിരിക്കുകയാണ്. മീൻ തന്നെയാണ് കൊടുക്കുന്നത്. പല മീനുകൾ ഇങ്ങനെ കൊത്തി വരുന്നുണ്ട്. അതിനിടയ്ക്ക് താഴെയുള്ള അതിന് ഫുഡ് കൊടുക്കാൻ വേണ്ടി പുള്ളി ട്രൈ ചെയ്തോണ്ടിരിക്കുക. അതിന് ബ്ലൂ സ്പോട്ടഡ് സ്റ്റിംഗ്രേ എന്നാട്ടോ പറയുന്നേ. എല്ലാം കൂടെ ചേർന്നായിരിക്കുന്നത്. അക്വേറിയമാ ഇത്? പിന്നെ ഇനി എന്തോ അക്വേറിയം? AC ഉള്ള അക്വേറിയത്തിൽ പോകണോ? യു മീൻ ഇൻഡോർ അക്വേറിയം? ഓക്കെ, കം ലെറ്റ്സ് ഗോ. അങ്ങനെ ഞങ്ങൾ ഇൻഡോർ അക്വേറിയത്തിൽ കയറി വന്നു. ഇവിടെ ഉണ്ട് പെൻഗ്വിൻ ഫീഡിങ് പരിപാടി. ഇതേ ഇവിടെ ഈ കാണുന്നതേ ഹംബോൾട്ട് പെൻഗ്വിൻ എന്ന് പറഞ്ഞൊരു പ്രത്യേകതര സ്പീഷീസ് ആണ്. ചിലി, പെറു എന്നീ സ്ഥലങ്ങളിലൊക്കെ കാണപ്പെടുന്ന ഒരു പെൻഗ്വിനാണ്.
അതുകൊണ്ട് തന്നെ അതിനിവിടെ ഈ ഒരു ടെമ്പറേച്ചറിൽ സർവൈവ് ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് നോക്കി കാണുന്നത് AC ഉള്ള സ്ഥലത്തൊന്നുമല്ല, ഔട്ട്ഡോർ ഏരിയയിലാണ് വെച്ചിരിക്കുന്നത്. അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും വ്യത്യസ്തമാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ട്രോപ്പിക്കൽ വെതറിൽ ഈ പെൻഗ്വിന് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ലല്ലോ. നമ്മൾ ആ ഒരു അണ്ടർഗ്രൗണ്ടിലേക്ക് ഇറങ്ങി വന്നപ്പോഴത്തേക്കിനാണ് നമുക്ക് ഈ ഒരു അക്വേറിയം കാണാൻ സാധിക്കുന്നത്. എന്ത് ഭംഗിയല്ലേ കാണാനായിട്ട്, നല്ല അടിപൊളിയാണേ, നല്ല അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട്. ഓ വാവ്, അത് കറങ്ങിയൊക്കെ പോകുന്നുണ്ടോ ശ്വേത? അത് സീലയനാണ് ആ പോകുന്നത്, നോക്കി. ഓ, അതായത് കടലിലെ സിംഹം എന്ന് പറയാവുന്ന ഒരു മത്സ്യമാണ്. അതിൻ്റെ ഒരു ഫേസ് കട്ട് അങ്ങനെ ആയതുകൊണ്ടാണ് അതിനെ സീലയൺ എന്ന് പറയുന്നത്. ഇത് രസമല്ലേ കാണാനായിട്ട്? ഇതിൻ്റെ പേര് ഗാർഡൻ ഈൽ അല്ലെങ്കിൽ സ്പോട്ടഡ് ഗാർഡൻ ഈൽ എന്ന് പറയും. ഏതാ ഈ താഴെ തൂങ്ങി കിടക്കുന്ന സാധനമാണ്. ഇത് കണ്ടോ, ഈ മണ്ണിൽ നിന്ന് തലമുക്കി വരുന്നൊരു സാധനം കണ്ടോ, അതാണ് സ്പോട്ടഡ് ഗാർഡൻ ഈൽ. ഇതിങ്ങനെ മണ്ണിനടിയിൽ നിന്ന് ഇങ്ങനെ തല പൊക്കി ഇങ്ങനെ നോക്കുന്ന പോലെ മണ്ണര പോലെ തന്നെ ഇരിക്കുന്നു, കണ്ടില്ലേ നോക്കി. പക്ഷെ പാമ്പിന്റെ മുഖം ഉണ്ട്. അത് ഇങ്ങനെ പുറത്തേക്ക് വരുന്ന കണ്ടില്ലേ നോക്കി. എന്ത് രസമല്ലേ കാണാനായിട്ട്. അതിനെ ബ്യൂട്ടിഫുൾ, നല്ല ഇതൊരു പ്രത്യേകതരം ഒരു ക്രിയേച്ചർ. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു സാധനത്തെ കാണുന്നത്. ഇതും വേറെ സാധനമാണ്, കണ്ടില്ലേ. ഇതിങ്ങനെ പൊങ്ങി താന്ന് ഇരിക്കുന്നത് കണ്ടോ. കടലിനടിയിലാണ്. ഇത് ക്ലൗൺ ഫിഷ്. അതും എന്ത് ഭംഗിയാന്ന് നോക്കി കാണാൻ. അത് ഭയങ്കര ഒരു കളർഫുൾ സാധനമാണ്. അതിങ്ങനെ ആ ഒരു വെള്ളത്തിന്റെ കളർ മാറി, ആ ഒരു സൺലൈറ്റ് വരുന്നതനുസരിച്ചിട്ട് അതിന്റെ കളർ ഇങ്ങനെ മാറി വരും, കണ്ടില്ലേ. ഇതിനകത്തുള്ളത് ഏഞ്ചൽ ഫിഷ് എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു കളർഫുൾ ഫിഷാണ്. ഇത് ഈ കോറൽസിന്റെ ഇടയിൽ കാണപ്പെടുന്ന മത്സ്യമാണ്. ഈ കോറൽസിന്റെ ഇടയിലുള്ള മത്സ്യങ്ങളൊക്കെ ഭയങ്കര കളർഫുൾ ആയിരിക്കും. അത് നമുക്ക് എപ്പോഴും കാണാൻ സാധിക്കുന്ന കാര്യമാണ്. നിങ്ങൾ ഈ കോറൽസ് ഉള്ള സ്ഥലത്തൊക്കെ സ്കൂബ ഡൈവിങ് ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഭയങ്കര കളർഫുൾ കാഴ്ചകളായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ കോറൽസിന്റെ അടിയിൽ പോയിട്ട് നമ്മൾ സ്കൂബ ഡൈവിങ് ഒക്കെ ചെയ്യുന്നത്. കാരണം കോറൽസും ബ്യൂട്ടിഫുൾ ആണ്, അവിടെ സമീപത്തുള്ള മത്സ്യങ്ങളും ബ്യൂട്ടിഫുൾ ആയിരിക്കും. ഇതെന്ത് സാധനം, ഇതെന്ത് ഫിഷ് ഇത്? എന്തൊക്കെയോ മത്സ്യങ്ങളാണ് ഗൈസ്. അതിന്റെ ഷേപ്പ് കണ്ടോ, അതിന്റെ മുഖത്തിന്റെ ഷേപ്പ് ഉണ്ട്. അത് എന്തോ പോലെ വ്യത്യസ്തമായിട്ടുള്ളൊരു ഷേപ്പ്. ഡ്രാഗൺ ഫ്രൂട്ടിന്റെ ഒരു പഴം പോലെ ഉണ്ട് എനിക്ക് അതിന്റെ മുഖം കണ്ടു കഴിഞ്ഞാല്. പിന്നെ അതേപോലെ തന്നെ ആമയുടെ സ്ക്വിഡ് അല്ല, ആമയുടെ തോട് പോലെ ഇതിനൊരു പ്രത്യേക ആവരണമുണ്ട്. സ്ക്വിഡ് അല്ലെന്ന് തോന്നുന്നു, ഇത് വേറെന്തോ സാധനമാണ്. അണ്ടർഗ്രൗണ്ട് ഷിപ്പ് തീമില് ഇതൊരു ഷോപ്പാണ് ഇവിടെ. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വന്നാൽ എവിടെ നോക്കിയാലും കച്ചവടമായിരിക്കും. എടാ, ബേബി ഷാർക്കിനെ തൊടാൻ പാടില്ല, അതിനെ സ്റ്റാർ ഫിഷിനെയൊക്കെ തൊടാവുന്നത്. തൊട്ട് നോക്കൂ, ഇതാണ് ബേബി ഷാർക്ക്. ഇത് ഈ കാണുന്നത്, അതിനെ തൊടാൻ പാടില്ല, അതിനെയൊക്കെ തൊടാവുന്നത്. തൊട്ട് നോക്കൂ. പതുക്കെ തൊടണം കേട്ടോ, വേദനിപ്പിക്കല്ലേ, പതുക്കെ തൊടണേ. അച്ചടോ, തൊട്ടോ, കല്ല് പോലെ ആണോ? ഇവിടെ നമുക്ക് ടച്ച് ആൻഡ് ഫീൽ എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ ഉണ്ട്, ഇവിടെ ഇരിപ്പുണ്ട്. ഇവിടെ തൊട്ടോ, കല്ല് പോലെ ഇരിക്കുന്നേ. ഈ പിള്ളേർക്ക് ഈ പ്രായത്തിൽ എനിക്ക് തോന്നുന്നു എല്ലാം ടച്ച് ചെയ്യണം എന്നുള്ള ഒരു മെന്റാലിറ്റി ആണെന്ന്. അതുകൊണ്ടായിരിക്കും പല സ്ഥലത്തും ടച്ച് ആൻഡ് ഫീൽ എന്ന് പറഞ്ഞൊരു സംഭവം വെച്ചിരിക്കുന്നത്. ഇതൊക്കെ ഇരിക്കുന്നത് കണ്ടോ, ഇതൊക്കെ മറ്റേ സ്റ്റാർ ഫിഷ് സംഭവങ്ങളാണ് കണ്ടോ. പൊന്നു, എന്തുവാടാ ഇത്? ഇതിനൊക്കെ തൊടാൻ വേണമെങ്കിലേ തൊടണോ? ഇതിനൊക്കെ തൊടാ. ഷാർക്കിനെ തൊടരുത്, ബാക്കി എല്ലാത്തിലും തൊടാമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ മുമ്പേ കണ്ടില്ലേ ഒരു ഷാർക്ക്, ആ ഷാർക്ക് വളർന്ന് വലുതായിട്ട് ഇത്രയും വലിയ ഷാർക്ക് ആവുന്നത്. ഇതെന്താ വശേര? വാട്ട് ഈസ് ദിസ്? ഇറ്റ്സ് എ ക്രാബ്. ഹോഴ്സ്ഷൂ ക്രാബ്. ഹോഴ്സ്ഷൂ ക്രാബ് എന്ന് പറഞ്ഞ സാധനമാണ് കണ്ടോ. ദൈവമേ, അത് തലതിരിഞ്ഞാണോ ഇരിക്കുന്നത്? ഗൈസ്, അവരവിടെ മെയ്റ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. ആ വലുത് ഫീമെയിലും ചെറുത് മെയിലും, അങ്ങനല്ലേ പറഞ്ഞേ? അതിനിടയ്ക്ക് മറ്റേ ഷാർക്ക് അവിടെ പോയിട്ട് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നുണ്ടോ നോക്കിയേ. ഇത് കഴിക്കൂ? ഇതിനകത്ത് മുട്ട കഴിക്കുമെന്ന് ആൾക്കാര്. ഇവിടെ ഉണ്ട് ഇഷ്ടം പോലെ ഫിഷ്, വലിയ അക്വേറിയമാണ് കണ്ടില്ലേ. സൺലൈറ്റ് കൊടുത്തിരിക്കുകയാണ് കണ്ടില്ലേ, പുറത്തുനിന്ന് സൺലൈറ്റ് കൊടുത്തിരിക്കുകയാണ്. നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് ഫുള്ള് മത്സ്യത്തെയും എന്തായാലും ആ ഒരു ടച്ച് ആൻഡ് ഫീൽ പരിപാടി അടിപൊളിയായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. അതായത് നമുക്ക് ആ പൂളിലുള്ള അതിനൊക്കെ നമുക്ക് തൊട്ട് നോക്കാമായിരുന്നു. അത് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും ആ തൊട്ട് നോക്കുന്ന പരിപാടി. ഇതാണ് കടൽ കുതിര എന്ന് പറയുന്ന സാധനം കണ്ടില്ലേ. അത് നമ്മുടെ കുതിരയുടെ മുഖ ഷേപ്പില്ലേ, അതിനെയാണ് കടൽ കുതിര എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സീ ഹോഴ്സ്. ഓ, ഇവിടെ നമുക്ക് ഷാർക്കുണ്ട്. ബേബി ഷാർക്ക് അല്ല, ബിഗ് ഷാർക്കാണ് ഇതിനകത്തുള്ളത്. ഓ, ഇതിനകത്ത് ഷാർക്ക് മാത്രമല്ല, ഇതിനകത്ത് കുറെ ഫിഷ് ഉണ്ട്. കുറെ ഫിഷും ഷാർക്കും എല്ലാം ഉണ്ട്. ഇത് രസമല്ലേ ഷാർക്ക് കാണാൻ? വാ, ഭയങ്കര സ്മൂത്ത് ആയിരിക്കും അതിന്റെ സ്കിൻ എന്ന് എനിക്ക് തോന്നുന്നത്.
അങ്ങനെ നമുക്ക് മാൾഡീവ്സിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ പല സാധനത്തിൻ്റെയും കൂടെ സ്വിം ചെയ്യാൻ പറ്റും. ഇവിടെ അതിനകത്ത് ഇറങ്ങി കാണാനോ അങ്ങനെ എന്തോ പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഗൈസ്, ഋഷിയുടെ ഉടുപ്പ് കണ്ടോ? ഇപ്പോഴാണ് ഋഷിയുടെ ഉടുപ്പ് അപ്പ കൊണ്ടുവന്ന ആ ഒരു കറക്റ്റ് ആ ഒരു ഇത് നിയോൺ വർക്ക് ആവുന്നത് കണ്ടോ? ഋഷിയുടെ ഉടുപ്പ് എന്തോ ഇങ്ങനെ, ഞങ്ങളുടെ ആരുടെ ഉടുപ്പ് അങ്ങനെ ആവുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞില്ലായിരുന്നോ ശ്വേത അത് ഇരുട്ടത്ത് വരുമ്പോഴത്തേക്കിനും അത്തരത്തിലുള്ള റിഫ്ലക്റ്റിംഗ് പോലെ ആവും എന്നുള്ളത്? നോയൽ വാങ്ങി തന്ന ടീഷർട്ടാ അത്. താങ്ക് യു സോ മച്ച് നോയൽ. ഞങ്ങൾ ഇപ്പോഴാട്ടോ ഋഷിക്ക് അത് ഇടുന്നത്. അത് ഇച്ചിരി വലുതായിരുന്നു, ഇപ്പോഴാണ് ഞങ്ങൾ അത് ഇടുന്നത്. താങ്ക് യു പറ നോയൽ ചേട്ടനോട്. ഓക്കെ, നമ്മൾ നേരത്തെ കണ്ട സീലയണില്ലേ, ആ സീലയന്റെ ഒരു ഷോ ആണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ ഒരാള് കരിക്കും മാറ്റിക്കൊണ്ട് വരുന്നുണ്ട്. നല്ല ഹ്യൂമിഡിറ്റിയാണ്, എന്താ ഭയങ്കര ചൂടാണ്. അപ്പുറത്ത് സ്റ്റെപ്പ് ഉണ്ട് കയറാൻ, ഭയങ്കര രസമുണ്ടോ ഇവനെ കാണാനായിട്ട്. ഓ, ഇതിനൊക്കെ എങ്ങനെയല്ലേ ട്രെയിൻ ചെയ്തെടുക്കുന്നത്? ഇതേപോലെയൊക്കെ ഷെയ്ക്കൻ കൊടുക്കുന്നുണ്ടോ, ഹൈഫൈ കൊടുക്കുന്നുണ്ടോ? ഹൈഫൈ ഇതൊക്കെ അതിനും 2 കൈയും 2 കാലും ഒക്കെ ഉണ്ട്. അത് നല്ല തെറിപ്പിച്ച് കഴിഞ്ഞ് അടിപൊളിയായിരുന്നു കേട്ടോ. ആമേനെ തൊടുന്നു, എന്തിനൊക്കെയാ ഇതിനെ തൊടാം, എല്ലാത്തിനെയും തൊടാൻ കഴിച്ചു ഇവിടെ. ആമ, നീ അവനോടാണോ പറയുന്നത് തെന്നി വീഴുമെന്ന്? കൊള്ളാം, നല്ല ആളാ. ഇതൊക്കെ ഇങ്ങനെ വെറുതെ കിടക്കാം, അവിടെ തൊടലടാ, ജിജിയാടാ, വൃത്തിയില്ലടാ അതിന്. നമ്മളിനി ജംഗിൾ ഒഡീസി എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. ഇവിടെ എന്തോ ഒരു ഷോയോ പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ കൊള്ളാമല്ലേ, ഈ ഒരു ഏരിയ ഒക്കെ ആണെങ്കിലും മൊത്തത്തിൽ നല്ല അടിപൊളി സ്ഥലമാണ്. ഇത് വലിയ സ്ഥലം കേട്ടോ. ഇവിടുത്തെ വല്ല രാഷ്ട്രീയക്കാരുടെ ആയിരിക്കും, അല്ലാണ്ട് ഇപ്പൊ ആരുടെയാ. അത്ര ഭയങ്കര സംഭവമാണ്. ആലോചിക്കായിരുന്നു ഒരു ദിവസം ഇവർക്ക് ഇവിടെ എന്ത് വരുമാനം ഉണ്ടാവും എന്നുള്ളത്. എവിടെ ഹോൺബില്ലുണ്ടോ? ആ അതെ, ഹോൺബില്ലാണോ ഇത്? ഹായ് ബ്രോ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചുകൊണ്ടാണ് നടക്കുന്നത്. ഹായ് ബ്രോ. ഇവിടെയുള്ള അനിമൽസ് എല്ലാം അവന്റെ ബ്രോയാണ്. അപ്പോ ഇത് കൊള്ളാല്ലേ, നല്ല രസമുണ്ട്. ഓരോരോ എനിക്ക് തോന്നുന്നു ഇവരുടെ പഴയ ട്രൈബ്സിന്റെ എന്തെങ്കിലുമൊക്കെ വീടുകളോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതായിരിക്കും. ഓരോന്ന് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈ ഇന്തോനേഷ്യ എന്ന് പറഞ്ഞ ഈ ഒരു രാജ്യത്ത് എത്ര ഭാഷകൾ സംസാരിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് അറിയുമോ? ഇത് കണ്ടില്ലേ, ഇത് തൊങ്കോക്കൻ എന്ന് പറയുന്ന ട്രഡീഷണൽ തൊറാജൻ ആൻസെസ്ട്രൽ ഹൗസസ്. അതാണ് സംഭവം. ആ ഒരു സാധനമാണ് ഇവിടെ കാണുന്നത്. തൊറാജ ട്രൈബ്സിൻ്റെ വീടുകളാണ് ഈ കാണുന്നത്. അത്രയധികം ട്രൈബ്സ് ഇവിടെ ഉണ്ട്. നമ്മുടെ ഇന്ത്യയിൽ സംസാരിക്കുന്നതിലും കൂടുതൽ ഭാഷകൾ ഇവിടെ ഇന്തോനേഷ്യയിലുണ്ട്. എത്രയാണെന്ന് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യും. ഇത് ലാമ എന്ന് പറയുന്ന ഒരു പ്രത്യേകതരം സാധനമാണ്. ഇതിന് ശരിക്കും നമ്മുടെ ഒട്ടകത്തെ പോലെ തന്നെയുള്ള ഒരു പ്രത്യേകതരം സാധനമാണ്. ഈ കഴുത ഒട്ടകമൊക്കെ പോലെ തന്നെ ആൾക്കാർ ഈ പലതരം സാധനങ്ങൾ ക്യാരി ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നൊരു പ്രത്യേകതരം ഒരു ആനിമലാണിത്. ഇതിൻ്റെ വൂൾ പ്രൊഡക്ഷനും അതായത് രോമം എടുത്തിട്ട് വൂൾ പ്രൊഡക്ഷൻ വരെ ചെയ്യുന്നുണ്ട്. അപ്പം തണുപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാകുന്ന അല്ലെങ്കിൽ കൂടുതലായിട്ട് വരുന്ന ഒരു ടൈപ്പ് ഓഫ് ഒരു സാധനമാണ് ലാമ എന്ന് പറയുന്നത്. ഇവിടെ അകത്തൊരു ജാഗോർ കിടപ്പുണ്ട്, ഉറക്കമാണ് ആശാൻ. ഇത് കസോവാരി എന്ന് പറഞ്ഞൊരു ബേർഡാണ്. ലോകത്തിലെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ബേർഡാണ് ഇതെന്നാണ് പറയുന്നത്. ഇത് പാപ്പ ന്യൂ ഗിനിയ ആ സ്ഥലങ്ങളിലാണ് ഇതിനെ കാണപ്പെടുന്നത്. ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റുകളിൽ മാത്രമേ ഇതിനെ കാണപ്പെടത്തുള്ളൂ. നമ്മളിപ്പോൾ ഒരു ഷോ ഉണ്ട് ഇപ്പോൾ ഇവിടെ, പച്ചമയ എന്ന് പറഞ്ഞ എന്തോ ഒരു സംഭവം, അത് കാണാൻ വേണ്ടി പോവാണ്. അതിനകത്തൊന്നുമില്ല ഋഷി, ഇങ്ങോട്ട് വാ, ഇവിടെ വാ. കൊള്ളാമല്ലേ, ഇതൊക്കെ നല്ല അടിപൊളിയായിട്ടാണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നു, ഇന്നിപ്പോൾ എന്തായാലും പകല് മഴയില്ല. ഇതൊരു ഔട്ട്ഡോർ ഷോ ആണ് ഇവിടെ. ഞങ്ങളിവിടെ അപ്പോൾ ഇതെന്താ നോക്കാം. slips through the canopy, scattering gold and green across the forest floor. Oh, python. പക്ഷെ തൊട്ടില്ല. മയില് പോലത്തെ എന്തോ സാധന. Thank you for calming me. Kalian bertiga bercanda. Everyone, let's say Pachamaya together. Are you ready? Yeah. Guys, this is our beautiful lorry kid. A very, very special task. ഞങ്ങളിപ്പോൾ വാട്ടർ തീം പാർക്കിൽ വന്നിരിക്കുകയാണേ. വാട്ടർ തീം പാർക്കിൽ അധികം പിള്ളേരൊന്നും ഇല്ല, ചെറിയൊരു മഴയൊക്കെ ഉണ്ട്. പക്ഷെ ആ മഴയും ഞങ്ങൾ വകവെച്ച് സകല ധൈര്യവും. ഇവന് ധൈര്യം ഉണ്ടോ? ഇവൻ പോടി. സാധാരണ സ്ലൈഡൊക്കെ അവന് പേടിയല്ലേ? സ്ലൈഡ്സ് ഒക്കെ ഇവിടെ വലിയ സ്ലൈഡൊക്കെ ഉണ്ട്. അവിടെ കണ്ടോ നോക്കി, അവിടെ വലിയ സ്ലൈഡൊക്കെ ഉണ്ട്. അതിൽ കയറി വരുമെന്നാണ് എനിക്ക് തോന്നുന്നു. നോക്കിക്കോണേ, മിക്കവാറും വന്ന് വെള്ളത്തിൽ മുങ്ങുന്ന എല്ലാ ലക്ഷണവും ഞാനിപ്പോൾ കാണുന്നുണ്ടേ. വരുന്നുണ്ട്, ദേ വരുന്ന്. എൻ്റെ അമ്മ, ഇവന് പേടിയൊന്നുമില്ലേ? ഓ ദേ, ഇഷ്ടപ്പെട്ടു ചേടാ, ഇഷ്ടപ്പെട്ടു.
അതെ വെള്ളം. രണ്ടും കൂടെ അതിൻ്റെ അടിയിൽ പോയിട്ടുണ്ട്. ഞാനിവിടെ കുടയുടെ കീഴിൽ ഇരിക്കുന്നു. ഇനി ഞാൻ നനയും. ഞാൻ കുളിക്കാൻ വന്നതല്ല. ആണ്ട കേറി പോന്ന്. എങ്ങോട്ടാ വരുന്നേ? നാണ്ട പോന്ന് രണ്ടും കൂടെ. പൊക്കോ പൊക്കോ പൊക്കോ. താണ്ട തന്നെ പോവാ. ഇങ്ങനെ ഇവിടെ നിൽക്കുവാ. അവന്റെ അപ്പൻ അവനെ പിടിക്കുന്നുള്ള ധൈര്യത്തിലാ അവൻ പോകുന്നത്. ഭയങ്കര സ്പീഡാ ചെയ്താ. ഭയങ്കര സ്പീഡിലാ വരുന്നത്. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? ഇടി അവൻ ഓറഞ്ചിലാ പോകുന്നത്. അതേ ഓറഞ്ചിൽ പോയി. ഗ്രീനിൽ പോകാൻ പറഞ്ഞിട്ട് ഓറഞ്ചിൽ പോയി. എന്ത് ചെയ്യുന്നാ? ഓറഞ്ച് ആകുമ്പോൾ അപ്പുറത്തെ സൈഡാണ്, നമുക്ക് കാണത്തില്ല. അതാണ് പ്രശ്നം. ഞാൻ ഈ വലുതിൽ പോയിട്ട് വന്നു. അത് അടിപൊളിയായിരുന്നു. ആ നേരത്തെ ഇറങ്ങിയ പച്ചയുടെ മേളിൽ വലിയ ഒരെണ്ണമുണ്ട്. ഏതാതെ ഗ്രീനിൽ പോകുന്നു. ഗ്രീൻ ഗ്രീൻ ഗ്രീൻ. അയാളോട് പോയി ചോദിക്കുന്നുണ്ട് കേട്ടോ, ഞാൻ പൊക്കോട്ടെ എന്നൊക്കെ പറഞ്ഞോണ്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് അവിടെ പോയിട്ട്. പുള്ളിയോട് എന്തോ കാര്യമായിട്ട് സംസാരിക്കുന്നുണ്ട്. നീ മിണ്ടാരി അവൻ പോയി ചോദിക്കുന്ന. ഹി വിൽ മാനേജ് ഇറ്റ്. അതൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ അവനറിയാം. അവൻ മാനേജ് ചെയ്തോളും. ഇപ്പൊ വിടുമെന്ന് തോന്നുന്നു. വിട്ടാ കയറി ഇരുന്നാ ഇരുന്ന് വന്നോളും. എന്റെ ദൈവമേ, അതിത്ര ഹൈറ്റുള്ള സാധനം കേട്ടോ. ശരി, നമ്മളെ കുട്ടികളെ നമ്മൾ വിചാരിക്കുന്നതിന് അപ്പുറത്തേക്ക് ഇങ്ങനെ വളർന്ന് പോകുന്ന കാണുമ്പോഴത്തേക്കിനെ ചാടുന്നില്ലേ? എന്താ പറഞ്ഞ ആണോ? ഓ അത് ശരി. ഓക്കെ. അത് കുറച്ച് വലുതല്ലേ, അതുകൊണ്ടായിരിക്കും. ഈ ട്രിപ്പിലായിരിക്കും ഋഷിയുടെ ജീവിതത്തിലെ ഋഷി ഏറ്റവും കൂടുതൽ വെള്ളത്തിൽ കിടന്നെന്ന് എനിക്ക് തോന്നുന്നത് അല്ലേ? ഏറ്റവും കൂടുതൽ ഋഷി വെള്ളത്തിൽ കിടന്ന ഈ ട്രിപ്പിലായിരിക്കും. ഇവിടെ ഇപ്പം മഴയാണേ. മഴയായിട്ടും ഇവിടെ പിള്ളേരെല്ലാം വെള്ളത്തിലാണ്. പിന്നെ ഇതൊരു വാട്ടർ തീം പാർക്ക് അല്ലാത്തത് കൊണ്ട് ഇവിടെ വലിയ തിരക്കില്ല. ഇവിടെ അകത്ത് വരുന്ന പാർക്കിൽ വരുന്ന ആൾക്കാർ മാത്രം, അല്ലെങ്കിൽ ഇവിടെ താമസിക്കുന്ന ആൾക്കാരൊക്കെ മാത്രമേ ഉള്ളൂ. നിരാശ കാമുകനെ പോലെ പൂളിൽ നിന്ന് കയറി തിരിച്ചു മടങ്ങുകയാണ്. ഞങ്ങൾ പോവാ, ഞങ്ങൾക്ക് മതിയായി. അങ്ങനെയല്ല, ഇത്ര നേരം കടന്നില്ലേ? എടാ ഇനി കഴിഞ്ഞിട്ടില്ലടാ, ഇനിയും പോകാനടാ. ഹോങ്കോങ്ങും സിംഗപ്പൂരും അവിടെ ഇവിടെയൊക്കെ പോണ്ടേ? അപ്പൊ ആശുപത്രി പോണോ ഹോങ്കോങ്ങിൽ പോണോ? അപ്പൊ പിന്നെ തിരിച്ചു പോവാം. സോ ഹൗ വാസ് ദ എക്സ്പീരിയൻസ് ഗൈസ്? ആക്ച്വലി ഇത് നല്ലൊരു സ്ഥലമാണ്. വലിയ പാർക്കിൽ പോയി കാശ് ചെലവാക്കി നിൽക്കുന്നതിന്റെ കുറച്ച് കാശ് കൂടുതലാണ്. കാശ് ചെലവാക്കിയില്ലെന്ന് ആരാ പറയുന്നേ? അങ്ങനല്ല ഞാൻ പറഞ്ഞത്. യു ആർ ഡോണ്ട് കമ്പയർ വിത്ത് മസായി മര. നോ, ഐ ആം ടെല്ലിങ് യു, അവിടെ ഗോയിങ് ദേർ ഇസ് ഇംപോസിബിൾ. ഇറ്റ് ഈസ് ഡബിൾ ദ പ്രൈസ്. ഡബിളും ട്രിപ്പിൾ ഒക്കെയാണ്. യെസ്, ബട്ട് നമ്മളൊരു സംഭവം അപ്പൊ അതിന് ദിസ് ഈസ് ലൈക്ക് യു നോ വെരി ഗുഡ് തിങ്. അപ്പം മസായി മര പോകാൻ പറ്റാത്തവർക്ക് ഇവിടെ വന്നിട്ട് കണ്ടില്ലേ, ജിറാഫിന്റെ കൂടെ താമസിക്കാം, സീബ്രയുടെ കൂടെ താമസിക്കാം, ജിറാഫിനെ ഫീഡ് ചെയ്യിപ്പിക്കാം, കുറെ കാശ് പൊട്ടിക്കാം, ഇതുപോലുള്ള പിള്ളേരെ വഴക്കാളികളാക്കാം. ഇതിപ്പോ എല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് പോകാൻ നേരം വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഋഷി. ഋഷിക്ക് ഇഷ്ടപ്പെട്ടോ ഈ സ്ഥലം? പറഞ്ഞ് കേക്കട്ടെ, എന്റെ ബുദ്ധിയിൽ ഇഷ്ടപ്പെട്ടോ? എന്താ ഋഷിക്ക് ഇവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടത്? ജിറാഫാണോ? ആണോ ഇഷ്ടപ്പെട്ടെ? ഞങ്ങൾക്ക് എല്ലാം ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ കളിച്ച് തകർത്ത് 2-3 ദിവസം. ഇനി മതിയായി. സൂ ഹോട്ടൽ എന്നിട്ട് ഇവിടെ നിന്ന് പോകണ്ടെന്നാണ് പറയുന്നത്. എനിക്ക് മതിയായി, ഞാൻ മടുത്ത്. എന്നിട്ട് ഇത് പോകണ്ടെന്നാണ് പറയുന്നത്. ഫീഡിങ്ങും ടച്ചിങ്ങും എക്സ്പീരിയൻസ്, അതാണ് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. എന്തായാലും നിങ്ങൾ വരികയാണെങ്കിൽ വന്ന് താമസിക്കുക എന്ന് ഞാൻ പറയത്തില്ല, കാരണം ഇറ്റ്സ് വെരി എക്സ്പെൻസീവ്. ഇഫ് യു ക്യാൻ അഫോർഡ് ഇറ്റ് വന്ന് താമസിക്കുക, അത്രയും പറയുന്നുള്ളൂ. ഇല്ലെങ്കിൽ ജസ്റ്റ് വന്നിട്ട് ഇങ്ങനെ ഒരു സഫാരിയും ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്യുക. അതും എക്സ്പെൻസീവ് ആണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എക്സ്പെൻസീവ്, ബട്ട് ഇറ്റ് ഈസ് ഓക്കെ വർത്ത്. മറൈൻ പാർക്കിലേക്ക് പോകണമെന്ന് ഞാൻ എന്താ പറയുക, ലൈക്ക് പോകാം. അത് എക്സ്പീരിയൻസ് ആണ്. രണ്ടും കൂടെ ഒറ്റ ദിവസം കവർ ചെയ്യാൻ പറ്റുവാണെങ്കിൽ രാവിലെ വരണം. രാവിലെ വന്നൊരു ഫുൾ ഡേ ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ഗുഡ്. ഇവരുടെ വെബ്സൈറ്റിൽ നിന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്താൽ മതി എന്നാണ് തോന്നുന്നത്. ഞാൻ അങ്ങനെ ബുക്ക് ചെയ്തത്. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഓൺലൈൻ പരിപാടികളൊക്കെ നോക്കിയാൽ ചിലപ്പോൾ മേ ബി യു വിൽ ഗെറ്റ് ഇറ്റ് ഫോർ ചീപ്പർ പ്രൈസ്. എന്തായാലും ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു സോ മച്ച് ഗൈസ്. സീ യു. ബൈ. ബൈ പറയുന്നുണ്ടോ? നടക്കവാ? ഇല്ല, ബൈ.